അന്ന് വൈകുന്നേരം നല്ല മഴയായിരുന്നു. പുറത്ത് മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം മാത്രം. പെരിന്തൽമണ്ണ ടൗണിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ആ പഴയ തറവാട്ട് വീട്ടിലെ വരാന്തയിലിരുന്ന് ഞാൻ കട്ടൻ കാപ്പി കുടിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. നോക്കുമ്പോൾ നമ്മുടെ സരള ആന്റി വരുന്നു. കുട നിവർത്തിപ്പിടിച്ച് നനഞ്ഞ നൈറ്റിയൊക്കെ ഒതുക്കിപ്പിടിച്ച് ആന്റി കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആന്റിക്ക് പ്രായം ഒരു ചല്ലിശയൊക്കെ വരുമെങ്കിലും കാണാൻ നല്ല ഒതുക്കമുള്ള ശരീരവഴക്കമാണ്. പ്രത്യേകിച്ച് ആടിയുലഞ്ഞു വരുന്ന ആ നടപ്പും മഴവെള്ളം വീണ് ഒട്ടിപ്പിടിച്ച നൈറ്റിക്കുള്ളിലൂടെ കാണുന്ന ആകൃതിയും എന്റെ ഉള്ളിൽ പണ്ടേ ചെറിയൊരു തരിപ്പുണ്ടാക്കാറുള്ളതാണ്. ആന്റി നേരെ എന്റെ അടുത്തേക്ക് തന്നെ വന്നു. മോനെ, അവനെവിടെ? രാഹുൽ ഇതുവരെ വന്നില്ലേ? ആന്റി ചോദിച്ചു. രാഹുൽ എന്റെ അടുത്ത കൂട്ടുകാരനാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെയുണ്ടായിരുന്നു. അവൻ ഓഫീസിൽ നിന്ന് വരാൻ വൈകുമെന്ന് വിളിച്ചു പറഞ്ഞു ആന്റി. മഴയല്ലേ, ട്രാഫിക്കും ബ്ലോക്കുമൊക്കെയായിരിക്കും. ആന്റി അകത്തേക്ക് കയറിയിരിക്കൂ, ഞാൻ കാപ്പിയെടുക്കാം, ഞാൻ പറഞ്ഞു. അതെയോ, എങ്കിൽ ശരി മോനെ. ഈ മഴയത്ത് നനഞ്ഞാ വരുന്നത്. നല്ല തണുപ്പുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് ആന്റിയുമറത്തെ കസേരയിലേക്കിരുന്നു. ആന്റി ദേഹത്ത് കിടന്ന തോർത്തുകൊണ്ട് മുഖവും മുടിയും തുടച്ചു. ആ നനഞ്ഞ ശരീരത്തിന്റെ ഗന്ധവും ആന്റിയുടെ സാന്നിധ്യവും ആ ചെറിയ വരാന്തയിൽ ആകെ ഒരു ചൂട് പരത്തി. ഞാൻ അടുക്കളയിൽ പോയി ആന്തുക്കൊരു ഗ്ലാസ് ചൂടുകാപ്പിയുമായി വന്നുകൊടുത്തു. കാപ്പി വാങ്ങുന്നതിനിടയിൽ ആന്റിയുടെ ചൂടുള്ള വിരലുകൾ എന്റെ കൈയിൽ വന്നു തൊട്ടു. ആ ചെറിയ സ്പർശനം പോലും എന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. എന്റെ കണ്ണുകളറിയാതെ ആന്റിയുടെ കഴുത്തിലേക്കും മാറിടത്തിലേക്കും നീണ്ടു. മഴ നനഞ്ഞു വിറയ്ക്കുന്ന ആന്റിയുടെ ചുണ്ടുകൾ കാണാൻ എന്തോ ഒരു പ്രത്യേക കാന്തികതയുണ്ടായിരുന്നു. മോനെന്താ ഒറ്റയ്ക്ക്? വേറെ ആരുമില്ലേ വീട്ടിൽ? ആന്റി കാപ്പി കുടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല ആന്റി, അമ്മയും അച്ഛനും അടുത്തുള്ള അമ്പലത്തിൽ പോയിരിക്കുകയാണ്. രാഹുൽ വരാൻ കുറച്ചു വൈകും. ആന്റിക്ക് വല്ല കടിയും വേണോ? ഞാൻ ചോദിച്ചു. വേണ്ട മോനെ, ഈ കാപ്പി തന്നെ ധാരാളം. വാ, അകത്തേക്ക് പോകാം, പുറത്ത് നല്ല തണുപ്പുള്ള കാറ്റാ. ആന്റി എഴുന്നേറ്റു അകത്തേക്ക് നടന്നു. ആന്റിയുടെ പിന്നാലെ നടക്കുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു തുടങ്ങി. ഞങ്ങൾ സ്വീകരണമുറിയിലെ സോഫയിലിരുന്നു. മഴയുടെ ശബ്ദം മാത്രം ആ വീടിനു ചുറ്റും കേൾക്കാറുണ്ടായിരുന്നു. സംസാരം പിന്നീട് ചെറുതായി വഴിമാറി. രാഹുലിന്റെ വിശേഷങ്ങളും നാട്ടിലെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി അടുത്തായി. ആന്റി എന്റെ തൊട്ടടുത്ത സോഫയിലേക്ക് നീങ്ങിയിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ ആന്റി ഇടയ്ക്കിടെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നെനിക്ക് തോന്നി. നീ എന്താ മോനെ എന്നെ അങ്ങനെ നോക്കുന്നത്? ആന്റി ചെറുചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല ആന്റി. ആന്റിയെ ഇങ്ങനെ കാണുമ്പോൾ. ഞാൻ വാക്കുകൾ കിട്ടാതെ നിർത്തി. എങ്ങനെ കാണുമ്പോൾ? ആന്റി കുറച്ചുകൂടി അടുത്തേക്ക് വന്നു എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആന്റിയുടെ ചുണ്ടിലെ ആ ചോദ്യം എന്റെ നെഞ്ചിടിപ്പ് കൂട്ടിക്കളഞ്ഞു. ഞാൻ മെല്ലെ ആന്റിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്റെ കൈ ആന്റിയുടെ തോളിലൂടെ ഇടാൻ തുടങ്ങിയപ്പോൾ ആന്റി ചെറുതായൊന്ന് വിറച്ചെങ്കിലും തടഞ്ഞില്ല. മോനെ, രാഹുൽ എപ്പോഴാ വരുന്നതെന്ന് നോക്കിയേ, ആന്റി ചെറിയൊരു മടിയോടെ പറഞ്ഞു. പക്ഷേ ആ കണ്ണുകളിൽ എതിർപ്പില്ലായിരുന്നു, പകരം വലിയൊരു ക്ഷണമുണ്ടായിരുന്നു. അവൻ വരാൻ കുറേ വൈകും ആന്റി. അത് വിട്ടേക്ക്, ഞാൻ ആന്റിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ മെല്ലെ ആന്റിയുടെ മുഖം പിടിച്ചുയർത്തി. ആന്റിയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. ആ നനഞ്ഞ ചുണ്ടുകളിലേക്ക് എന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചപ്പോൾ ആന്റി ഒന്ന് ഞെട്ടി, പിന്നെ എന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. ആ ചുംബനം നീണ്ടുനിന്നു. ആന്റിയുടെ ശരീരത്തിൽ നിന്ന് പരന്ന ആ ചൂട് എന്റെ ശരീരത്തിലേക്കും പടർന്നുകയറി. നൈറ്റിയുടെ വള്ളികൾ അഴിഞ്ഞു വീണപ്പോൾ ആന്റിയുടെ വെളുത്ത പൂ പോലുള്ള മാറിടം എന്റെ കൈകളിൽ അമർന്നു. ആന്റി കൊതിയോടെ എന്റെ തലമുടിയിലൂടെ കൈയോടിച്ചു. ആ മഴയത്ത് ആ വീടിനുള്ളിൽ സമയം നിശ്ചലമായതുപോലെ തോന്നി. ആന്റിയുടെ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെട്ട ആ ചെറിയ ഞരക്കം എന്റെ ഉള്ളിലെ കാമത്തെ പൂർണ്ണമായും ഉണർത്തി. ഞാൻ ആന്റിയെ എഴുന്നേൽപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോന്നു. ബെഡിലേക്ക് കിടത്തുമ്പോൾ ആന്റിയുടെ നെഞ്ചു വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ആ പൂവിടൽ മുഴുവൻ എന്റെ കൈകളിൽ അമർന്നു. എന്റെ സാമാനം ഉലക്കപോലെ ഉറച്ച് വലിഞ്ഞു മുറുകിയിരുന്നു. ആന്റി അത് മനസ്സിലാക്കിയെന്നോണം എന്റെ ഷർട്ട് ഊരിയെറിഞ്ഞു. മോനെ, സൂക്ഷിച്ച്, ആന്റി പതുക്കെ പറഞ്ഞു. ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് ആ കിടക്കയിൽ കിടന്നു. ഓരോ ഉമ്മയും ആന്റിയെ കൂടുതൽ ഭ്രാന്തിയാക്കി. ആന്റിയുടെ കാലുകൾ എന്റെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. ആ സുഖത്തിന്റെ ലോകത്തേക്ക് ഞങ്ങൾ പതിയെ വീണു. ആന്റിയുടെ ശരീരത്തിന്റെ ഓരോ അടരുകളും ഞാൻ തൊട്ടറിഞ്ഞു. ആന്റി എന്റെ കാതുകളോട് ചേർന്നു നിന്ന് സ്നേഹത്തോടെയും കാമത്തോടെയും ഓരോരുത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. മഴയുടെ ശബ്ദത്തെ തോൽപ്പിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ശ്വാസഗതി. കുറച്ചുനേരത്തെ ആ ഇണചേരലിന് ശേഷം ഞങ്ങൾ വിയർപ്പുകുളിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു. ആന്റിയുടെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തിയുണ്ടായിരുന്നു. മോനെ, ഇതാരും അറിയരുത് കേട്ടോ, ആന്റി എന്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല ആന്റി, നമ്മൾ തമ്മിൽ മാത്രം, ഞാൻ ആന്റിയുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടു പറഞ്ഞു. അപ്പോഴേക്കും ഗേറ്റിൽ രാഹുലിന്റെ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു.
ആന്റി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നൈറ്റിയൊക്കെ ശരിയാക്കി കണ്ണാടിയിൽ നോക്കി മുടിയൊതുക്കി. രാഹുൽ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. രാഹുൽ മഴ നനഞ്ഞു കയറി വന്നു. ഡാ, നല്ല മഴയാടാ, ബ്ലോക്കിൽ പെട്ടുപോയി, രാഹുൽ ഷർട്ട് ഊരിയെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് സരള ആന്റി ചായയുമായി വന്നു. മോൻ വന്നോ? ഞാൻ നിനക്കുവേണ്ടി കാപ്പി എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു എന്ന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആന്റി പറഞ്ഞു. രാഹുൽ അത് കണ്ട് സന്തോഷത്തോടെ കപ്പ് വാങ്ങി. ഞാൻ ആന്റിയെ നോക്കി ഒന്നു കണ്ട് ചിമ്മി. ആന്റി ഒരു കൊച്ചു പുഞ്ചിരിയോടെ എന്നെ നോക്കി തലയാട്ടി. ആ മഴയത്ത് തുടങ്ങിയ ആ രഹസ്യബന്ധം എന്റെ ഉള്ളിലൊരു വല്ലാത്ത തീയായി പടർന്നു പിടിച്ചിരുന്നു. അപ്പൊ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. ഹൈപ്പടിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ കഥയുടെ ബാക്കി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.